ആ ഓക്കെ. എത്രയാ? ജി പേ ചെയ്താൽ പോരെ? ഞാൻ ജി പേ ചെയ്തേക്കാം. അല്ല ഇപ്പൊ ഈ ജി പേ ചെയ്യുന്ന എത്ര രൂപ ജി പേ ചെയ്യുന്ന? 30,000 കാറിന്റെ സർവീസിന്. ഓ, ഇപ്പൊ എല്ലാം പേയ്മെന്റ് ജി പേ ആണോ ചെയ്യുന്നത്? ഞാൻ കൂടുതലും ജി പേ ആണ്, അതാണല്ലേ സൗകര്യം. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറില്ലേ? അപ്പം ക്രെഡിറ്റ് കാർഡ് ഒരു ട്രാപ്പ് അല്ലേ, ഞാൻ കൂടുതലും ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇല്ല, മന്ത്ലി അപ്പം എത്ര എക്സ്പെൻസ് വരും നോർമലി ആവറേജ്? ഇതിൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, അപ്പം ഒരു 1 to 1.5 ആണെങ്കിൽ ഓൾമോസ്റ്റ് 15 lakh പെർ ഇയർ എക്സ്പെൻസ് വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മളൊന്ന് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 50 lakh സ്പെൻഡിന് ഒരു മിനിമം നമുക്കൊരു 1 lakh നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടാനുള്ള കിട്ടും ബെനിഫിറ്റ്. പിന്നല്ലാതെ ക്രെഡിറ്റ് കാർഡ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ 1 lakh ഒക്കെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഇന്റർനാഷണൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളും അല്ലേ, ഫോറിൻ ട്രിപ്സ് ഒക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും. ഇത് എങ്ങനെ ഈ കാർഡ് എല്ലാ കാർഡിനും ഇത് കിട്ടും? എല്ലാ കാർഡിനും കിട്ടൂല, നമുക്ക് ഓരോരുത്തരുടെയും സ്പെൻഡിങ് ഹാബിറ്റ് വെച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോ ഈ ട്രാവൽ കൂടുതൽ ഇപ്പൊ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ വർഷത്തിലുണ്ടെങ്കിൽ അതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ്സ് കിട്ടും. ചിലതൊക്കെ ഈ പറഞ്ഞ 15 lakh സ്പെൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1.5 lakh വരെയൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഫ്ലൈറ്റ് ആയിട്ടും അല്ലെങ്കിൽ ലക്ഷറി ഹോട്ടൽസിലെ സ്റ്റേ ആയിട്ടൊക്കെ, അങ്ങനത്തെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് കാർഡ് എനിക്ക് ഏതായാലും കാർഡായിരിക്കും നല്ലത് ഇങ്ങനെ ഇത്രയും ബെനിഫിറ്റ് ഒക്കെ കിട്ടാൻ? അത് നമുക്ക് അടുത്ത ചായ കുടിക്കുമ്പോൾ പറഞ്ഞുതരാം.